നല്ലതായിരുന്നു അല്ലേ? രസിച്ചു. അപ്പോൾ ഇനി നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഉദ്ഘാടന സെഷനാണ്. ഡോക്ടർ ബിജു ബാലകൃഷ്ണനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരം പറയാൻ പറ്റില്ലല്ലേ? നമസ്തേ ഉള്ള. അപ്പോൾ നിങ്ങളെല്ലാവരും കഥ ഇനി എന്തായാലും എഴുതുമെന്ന് എനിക്കും ഉറപ്പായി. കാരണം മാഷ വളരെ സുന്ദരമായിട്ടാണ് കഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇവിടെ രാവുണ്ണി മാഷിൻ്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ചേരുമ്പോൾ പുതിയ കാലത്തിൻ്റെ കുറേ പ്രതിഭകൾ നമ്മളെ വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ. അല്ലെ, പലരുടെയും ചോദ്യങ്ങൾ അവരെഴുത്തിനെ കൂടുതൽ സൂക്ഷ്മമാക്കുന്നതിനുള്ള കരുതലിൻ്റെ ഭാഷയിൽ വിടരുന്നതായി ഞങ്ങളും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ജീവിതാനുഭവമാണ് കഥയെങ്കിൽ അത് ജീവചരിത്രം എഴുതിയാൽ പോലെ അല്ല, ചോദ്യം അങ്ങനെയാണല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ പലതും ചോദിക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ അവർ സ്വയം അന്വേഷിക്കുന്നത് കൊണ്ടാണ് അല്ലേ? നേരത്തെ പരിചയപ്പെട്ട ഘട്ടത്തിൽ പലരും 4 പുസ്തകം അല്ലേ, 2 പുസ്തകം 3 പുസ്തകമൊക്കെ എഴുതി. ഈ ചെറുപ്പത്തിൽ തന്നെ അവരങ്ങനെ എഴുതി പോകുമ്പോൾ ഇനി കൂടുതൽ സുന്ദരമായിട്ട് എഴുതി പോകാൻ നിങ്ങളെ ഒന്നുകൂടെ പ്രാപ്തമാക്കുകയാണ് ഇവിടുത്തെ കമ. എൻ്റെ നാട്ടുമ്പുറത്ത് നെയ്യാറ്റിൻകരയിൽ കമ എന്നൊരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് എൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞു. കമ എന്നൊരക്ഷരം മിണ്ടരുത്. അപ്പം ഞാൻ എന്താ കമ? പണ്ട് ആത്മാവിലൊരു ചിത എന്ന കവിത വായിച്ചു പോയപ്പോൾ വയലാർ അതിനകത്ത് പറയുന്നുണ്ട്, ആ മുതൽ ക്ഷ വരെയുള്ള വാക്കുകൾ, ആ മുതൽ ക്ഷ വരെ. അപ്പോൾ നമ്മുടെ ഈ അക്ഷരമാലയിൽ അന്ന് ഏത് മുതൽ ഏതുവരെ എന്നത് കൃത്യമായി നമുക്കറിയാൻ പറ്റും. അപ്പോൾ ക മ അല്ലേ, വ്യഞ്ജനാക്ഷരങ്ങളിൽ കവർഗം മുതൽ പവർഗം വരെ നമ്മൾ എത്തുമ്പോൾ തന്നെ കാ മുതൽ മാ വരെ ഉണ്ട്. പക്ഷെ ഒന്നും ഉരിയാടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ? ചാക്കോടി മാഷൊക്കെ നാടകത്തിലൊക്കെ ഉരിയാടാതെ ചിലത് അഭിനയിച്ച് കാണിക്കാറുണ്ട്. ഒന്നും ഉരിയാടിയില്ലെങ്കിൽ നമ്മൾ ചിലത് അറിയും. അപ്പോൾ സാഹിത്യത്തിൽ അങ്ങനെ നിങ്ങൾ എഴുതാൻ ഭാഗത്തിന് പ്രിയങ്കരനായ ആങ്ങണ്ടിയോ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കമ ഒരു വലിയ ആശയമാണ്. ഈ കായിൽ നിന്ന് മായിലേക്ക് എത്തുമ്പോൾ 25 അക്ഷരം നിങ്ങൾ അവിടെ അറിയുന്നുണ്ട്. ഇതൊക്കെ ചേർന്നല്ലേ നമ്മുടെ ഭാഷ പരുവപ്പെടുന്നത്, നമ്മുടെ വാക്കുകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നേരത്തെ കഥയെക്കുറിച്ച് പറഞ്ഞു പോയ സമയത്ത് ഈ എഴുത്ത് നല്ല തൊടുത്ത് പഴുത്ത മുന്തിരിങ്ങ പഴം പോലെ ആകണം. അത് കുത്തിയാൽ അതിൻ്റെ രുചിയും കിട്ടും അല്ലേ? ചിലപ്പോൾ വല്ലാത്ത കുത്തേറ്റാൽ ഒന്ന് ചുട്ടിപ്പോകും എന്ന് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കഥാകാരനെയാണ് നേരത്തെ അദ്ദേഹം ഉദ്ധരിച്ചത്. സി വേണുഗോപൻ നായർ എന്ന കഥാകാരൻ. ഭാഷയിലും അദ്ദേഹം ചില കൗതുകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഉദ്ഘാടന സെഷൻ ആയതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഥകളിൽ വെള്ളപ്പൊക്കത്തിൽ എന്ന ഒരു കഥ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കാൻ വെച്ചു. പഴയകാലത്ത് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ കണ്ടതുപോലെയല്ല സി വേണുഗോപൻ നായരുടെ വെള്ളപ്പൊക്കത്തിൽ എത്തുമ്പോൾ കാണുന്നത്. അന്ന് നമ്മൾ നാട്ടിലെ ദേവൻ വരെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ആ പ്രളയകാലത്തിൻ്റെ ആ അനുഭവങ്ങളിൽ നിന്ന് തെക്കൻ നാട്ടിലെ വേദമാണിക്യം എന്ന ഒരു മനുഷ്യൻ വെള്ളപ്പൊക്കത്തിൽ വീടിൻ്റെ മച്ചിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. ആ വീട് വിട്ട് ആ രൂഢം വിട്ടു പോകാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല. മക്കളൊക്കെ പുതിയ കാലത്ത് എവിടേക്കെങ്കിലുമൊക്കെ പോയി ജീവിക്കും. പക്ഷെ പുതിയ കാലത്തിൻ്റെ ജീവിതങ്ങൾക്കിടയിൽ പഴയ കാലത്തിൻ്റെ ഇത്തിരി നന്മകൾ ചേർത്ത് വെച്ച് പോയ
വേദമാണിക്യത്തെ പറയുമ്പോൾ നാട്ടുജീവിതങ്ങളുടെ സൗന്ദര്യം ആ കഥാകാരൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല കഥകളിലും അതുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ അർത്ഥം പിടികിട്ടണമെന്നില്ല. എന്തരെന്നേ അക്ക യവനിപ്പം വയതെത്ര 36, അമ്മ അച്ഛൻ നെടുമൂച്ച് വിട്ട്, അക്കനറിയാല്ല എക്ക് 36 ആയപ്പോഴേ എൻ്റെ രാഘവനായി വയത് 16. ഇങ്ങനെ പെയ്യാലേ വയത് കാലത്ത് പടുത്തടിയായിട്ട് ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ ആരവനിത്തിരി വെള്ളം അനത്തി കൊടുക്കും. നേരത്തെ പറഞ്ഞ മുന്തിരിങ്ങ അല്ലേ പാകത്തിൽ നമ്മുടെ കഥകൾ ആകണം, തുടുക്കണം എന്ന് പറഞ്ഞ വേണുഗോപാൽ സാറിൻ്റെ ഒരു കഥയിൽ നമ്മൾ ഇങ്ങനെ അറിയുന്നുണ്ട് അല്ലേ. പല കഥകളും ഇങ്ങനെയാണ് അല്ലേ. നമുക്കറിയാമല്ലോ ബഷീർ നേരിനെ മനോഹരമായ നുണയുമാക്കും, നുണയെ മനോഹരമായ നേരുമാക്കും. അദ്ദേഹത്തെക്കുറിച്ച് MT പറഞ്ഞതാണ് അല്ലെ. അങ്ങനെ ഈ കഥാരംഗത്ത് പലതും എഴുതുന്നവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിസ്മയിക്കും. അങ്ങനെ കഥകൾ പറഞ്ഞ് മലയാളത്തിൻ്റെ ഒരു വിസ്മയമായി വളർന്ന കഥാകൃത്താണ് ബഷീർ എന്ന് മാടത്തിൽ തെക്കേപ്പാട്ട് വാസുദേവൻ നായർ MT സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭാഷയെക്കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. നിങ്ങൾക്കറിയാം, മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. കേട്ടിട്ടില്ലേ? MT എഴുതിയ വരികളാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. അത് വെള്ളമായി, അത് കുളിർ കാറ്റായി, അത് അഗ്നിയായി, അതുപോലെ തന്നെ മണ്ണായി ഒക്കെ നിറയുന്നുണ്ട്. ഇതെല്ലാം ചേരുന്ന ഭാഷയെ വേണ്ട തരത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ എന്താവണം? നമ്മുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ നിറയ്ക്കേണ്ടതുണ്ട് അല്ലേ. നമ്മളൊരു സാഹിത്യ ശില്പശാലയിൽ വന്നു പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്നെല്ലാം എടുക്കുന്നു, എല്ലാം കൂടെ എടുത്തിട്ട് നമ്മയും കൂട്ടി വേറൊരു പരുവത്തിലാക്കി തിരിച്ചു കൊടുക്കുന്നു അല്ലേ. കന്യകേ, നിന്റെ കണ്ണുകളിൽ നിന്നാണ് അറിവിൻ്റെ ആദ്യത്തെ കിരണം എൻ്റെ ഹൃദയത്തെ ചുംബിച്ചത്. കേട്ടിട്ടുണ്ടോ? മക്കളൊന്ന് സംസാരിക്കൂ, നിങ്ങളൊന്നും നീ മിണ്ടൂ. കേട്ടിട്ടുണ്ടല്ലേ? ആരുടെ വരികളാ? തന്നെയുമല്ല, നിന്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളതെല്ലാം എനിക്ക് നിഷ്പ്രഭങ്ങളായി തോന്നി. ഞാൻ നിനക്ക് സമ്മാനിച്ച ആ പൂവ് നീ എന്ത് ചെയ്തു? ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചമപ്പായ ആ പൂവ്. ഓ അതോ? അതെ. ഇത്ര തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടി അരച്ച് കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിൽ എന്ത്? സാരമില്ല, അതെൻ്റെ ഹൃദയമായിരുന്നു. സാരമില്ല, അതെൻ്റെ ഹൃദയമായിരുന്നു എന്ന് ബഷീർ എഴുതി പോകുമ്പോൾ ആ എഴുത്ത് നമ്മെ ഒന്ന് തൊടുന്നില്ലേ? തൊടുന്നുണ്ടോ? ലിറ്ററേച്ചർ ഈസ് ദ എക്കോ ഓഫ് റിയൽ സോൾ. സാഹിത്യം എന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഒരു വല്ലാത്ത പ്രതിധ്വനിയാണ്. ആ ഉള്ളിൽ ചിലതൊക്കെ കിടക്കുന്നുവെങ്കിൽ അതിനെ എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. ഞാൻ സെല്ലുലോയിഡ് എന്ന സിനിമയിൽ ആ തെക്കൻ തിരുവിതാംകൂർ ഭാഷ കൈകാര്യം ചെയ്തു. എന്നെ വിസ്മയിപ്പിച്ചത് അതിലെ നിന്നെ കാണാം എന്ന പാട്ടെഴുതിയ ഈ വലിയ മനുഷ്യൻ അതിൽ മറ്റൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഏനുണ്ടോടി. കേട്ടിട്ടില്ലേ? നോക്കൂ, അത് എഴുതുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കമൽ എന്ന സംവിധായകൻ ഏങ്ങണ്ടിയൂരിനോട് പറയുന്ന ഒരു പാട്ട് ഈ സിനിമയ്ക്ക് എഴുതിത്തരൂ എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചങ്ങ് എഴുതുന്നതാണോ? നമ്മുടെ ജനിച്ചത് മുതൽ നമ്മൾ ഇതുവരെ ജീവിക്കുന്ന കാലത്ത് നമ്മൾ അറിഞ്ഞതെല്ലാം അറിയാതെ നമ്മിൽ നിന്ന് കവിതയിലേക്ക് വരും, വരില്ലേ? കഥയിലേക്ക് വരും, വരില്ലേ? നിങ്ങളിതാ +2 പഠിക്കുന്നു, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ഈ വർഷം അറിഞ്ഞ ചില കാര്യങ്ങൾ ഇതാ കവിതയിലേക്ക് വെക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ അറിയാത്തത്, കേട്ടത്, പലരും പറഞ്ഞത്, അപ്പുറത്ത് കണ്ടത്, ഇപ്പുറത്ത് കണ്ടത് എല്ലാം നമ്മൾ എടുക്കും. ഇതിനെല്ലാം എടുത്തിട്ട് നമ്മൾ അകത്തിട്ട് ഒരു പരുവപ്പെടുത്തലുണ്ട്. അവിടെയാണ് നമ്മുടെ ആത്മാംശം ആ വാക്കുകളെ തമ്മിൽ ഒട്ടിക്കുമ്പോൾ ആ വാക്കിനെന്തെന്നില്ലാത്ത ജീവൻ ഉണ്ടാകുന്നു. വാക്കിന് ജീവൻ ഉണ്ടാക്കണമെങ്കിൽ വാക്കിനെ വാക്കായിട്ടെടുത്ത് വയ്ക്കലല്ല, അതിനകത്ത് നമ്മുടെ ജീവൻ ഒന്ന് കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുക്കൽ അതിഭദ്രമായി നിർവഹിക്കുമ്പോൾ അത് ജീവസുറ്റതായി മാറുന്നു. ജന്മനാട്ടിൽ ചെന്നു വണ്ടിയിറങ്ങവേ തുണ്ണുതോറും കൊള്ളിവച്ച പോലോർമ്മകൾ. കേട്ടിട്ടുണ്ടോ? ചൂടാതെ പോയി
ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ. കേട്ടിട്ടുണ്ടോ? ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ. കാണാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. നോക്കൂ, കാണാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ നീ കാണാതെ പോയി. ഒന്നു തൊടാതെ പോയി വിരൽ തുമ്പിനാൽ എന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ. ഇതെഴുതിയത് ആരാണെന്നറിയോ? ഇത് ആരാ മക്കളെ? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ആനന്ദധാര എന്നാണ് കവിതയുടെ പേര്. ആനന്ദധാര. അതാണ് ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ. കാണാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. ഒന്നു തൊടാതെ പോയി വിരൽ തുമ്പിനാൽ എന്നും നിനക്കായി തുടിക്കുമെൻ തന്ത്രികൾ. ജീവിത അനുഭവങ്ങളൊക്കെ കവിതയാകുന്നുണ്ടോ? അന്ധമാം സംവത്സരങ്ങൾക്കുമക്കരെ, അന്തമിഴാത്തതാം ഓർമ്മകൾക്കക്കരെ, കുങ്കുമം തൊട്ടു വരുന്ന ശരത്കാല സന്ധ്യയാണിന്നും എനിക്കു നീ ഓമനേ. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണെനിക്കോമനേ. എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന. എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്ന സാന്നിധ്യം പകരുന്ന വേദന. വേദന അല്ലേ? ഉള്ളം ഇങ്ങനെ വല്ലാതെ പൊള്ളിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഉള്ളിൽ നിന്ന് വാക്കുകൾ പിറക്കുന്നു. അപ്പൊ ചുമ്മാ ഇരുന്ന് എഴുതാൻ ശ്രമിച്ചാൽ എഴുത്ത് നമുക്ക് എഴുതാൻ പറ്റും, പക്ഷേ ആ എഴുത്ത് മറ്റുള്ളവരെ ഒന്ന് തൊടണമെങ്കിൽ നമ്മുടെ ഉള്ളം പൊള്ളി അവിടെ നിന്ന് വാക്കുകൾ ഇങ്ങനെ തുടുത്ത് വരും. അങ്ങനെ പൊള്ളിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറച്ച് കൊള്ളേണ്ടതുണ്ട് നമ്മൾ, അല്ലേ? ഉള്ളിൽ കൊള്ളണ്ടേ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പൊ ആദ്യകാലത്ത് നമ്മുടെ വായനയുടെ ലോകം വിശാലമാകേണ്ടതുണ്ട്. അങ്ങനെ വിശാലമാകുമ്പോൾ നമുക്കറിയാൻ പറ്റും ചില എഴുത്തുകാർ എത്ര കുറുക്കി വാക്കുകളെ നമുക്ക് മുന്നിൽ തന്നു പോകുന്നുണ്ട്. അവരുടെ അനുഭവങ്ങളെ എത്ര തീക്ഷ്ണമായിട്ടാണ് നമ്മിലേക്ക് അവർ സംക്രമിപ്പിക്കുന്നത്, നമ്മിലേക്ക് അവർ അനുഭവിപ്പിക്കുന്നത്. അതാണ് പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞില്ലേ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. നമ്മളൊന്ന് വായിച്ചു പോകുമ്പോൾ അറിയാം അല്ലേ? എല്ലാവരും ഓണക്കാലത്ത് ജന്മനാട്ടിൽ പോകുന്നുണ്ട്, ചുള്ളിക്കാടും ജന്മനാട്ടിൽ പോകുന്നുണ്ട്. ചുള്ളിക്കാട് ജന്മനാട്ടിൽ പോകുന്നത് ഓണത്തിന് വിഭവസമൃദ്ധമായ സദ്യ ബന്ധുക്കളോടൊപ്പം ഇരുന്ന് കഴിക്കാനല്ല. ഈ ഇരന്നുണ്ട ഓണം, ചിദംബര സ്മരണകൾ വായിക്കണം. ഇരന്ന് ഉണ്ട ഓണക്കാലത്തെ അനുഭവങ്ങളുണ്ട്. മന്നിക്കണം സ്വാമി എന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കാൻ കാശില്ലാതെ നിൽക്കുമ്പോൾ ഹോട്ടൽ ഉടമസ്ഥനായ സ്വാമിയോട് മന്നിക്കണം സ്വാമി, എന്നോടൊന്ന് പൊറുക്കണം, കയ്യിൽ പൈസയൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം ആ ടേബിളിൽ ഒരു അടിയടിച്ചപ്പോൾ അടുക്കളയ്ക്കകത്ത് നിന്ന് ഒരു തടിമാടൻ
ഇങ്ങ് പുറത്തേക്ക് വന്നിട്ട് എന്നെ പിടിച്ച് അങ്ങ് അടുക്കളയുടെ ഒരു ഭാഗത്ത് കൊണ്ടിരുത്തിയിട്ട് ഒരു ചാക്ക് സവാള വലിയ ഉള്ളി എടുത്തിട്ടിട്ട് തൊലിക്കട എന്ന് പറഞ്ഞ് പച്ചത്തെറി വിളിച്ചത് അതേപടി ചിദംബര സ്മരണയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ നമ്മൾ കേട്ടുപോകുമ്പോൾ ജീവിതം, നമ്മൾ ജീവിച്ചു പോകുന്ന ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ എല്ലാ സൗന്ദര്യവും ഉണ്ട് എങ്കിൽ ജീവിതം കൂടുതൽ കൂടുതൽ സുന്ദരമാകുന്നത് തീക്ഷ്ണമായ അനുഭവങ്ങളുടെ ആ തീച്ചൂളയിൽ നിന്ന് വാക്കുകളെ എല്ലാ തരത്തിലും എടുത്ത് ഉരുക്കി നമുക്ക് തരുമ്പോഴാണ്. അതുകൊണ്ടാണ് ചുള്ളിക്കാടിൻ്റെ ഓർമ്മകളുടെ ഓണം വായിക്കുമ്പോൾ നമുക്കവിടെ കവിത എഴുത്തിൽ അനുഭവം എങ്ങനെ കയറി വരുന്നു നമ്മൾ അറിയുന്നുണ്ട്. ജന്മനാട്ടിൽ ചെന്ന് വണ്ടി ഇറങ്ങവേ പുണ്ണുതോറും കൊള്ളിവെച്ച പോലെയാണ് ഓർമ്മ. പുണ്ണേ, ഇപ്പം നമുക്ക് കാലിലും കയ്യിലും ഒന്നും വലിയ പുണ്ണൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില പുണ്ണുകൾ ഉണ്ടാകുമ്പോൾ ആ പുണ്ണിലൊരു തീക്കൊള്ളി എടുത്ത് വച്ചു നോക്കണം, എന്താവും? നല്ല സുഖമായിരിക്കും അല്ലേ? ജന്മനാട്ടിൽ ചെന്നു വണ്ടി ഇറങ്ങവേ പുണ്ണുതോറും കൊള്ളിവച്ച പോലോർമ്മകൾ. എന്താണ് ചുള്ളിക്കാടിൻ്റെ മനസ്സിൽ അപ്പോൾ? ഈ പുണ്ണിൽ തീക്കൊള്ളി എടുത്ത് വെച്ചതുപോലെ ഓർമ്മകൾ ഇരമ്പുകയാണ്, പൊള്ളിക്കുന്ന ഓർമ്മകളാണ്. എന്തൊക്കെയാണെന്നറിയോ? ഈ ഓണക്കാലം, എത്രയോ ഓണക്കാലങ്ങൾ ആ നാട്ടിൽ ഉണ്ടായിരുന്ന ചുള്ളിക്കാടിന് അങ്ങനെയൊന്നും സുഖപൂർണമായിരുന്നില്ല. ഓണത്തിൻ്റെ ഓർമ്മകൾ ഇരമ്പി. എന്താണ്? വായ മുലയിൽ നിന്നേക്കുമായി ചെന്നിനായകം തെച്ച് വിടർത്തിയോരമ്മയെ വാശി പിടിച്ചു കരയവേ ചാണകം വായിലുരുട്ടി തിരുകുമമ്മൂമ്മയെ പപ്പടം കാച്ചുന്ന കമ്പി ചൂടാക്കിയൻ കൊച്ചു തുടയിൽ അമർത്ത ചിറ്റമ്മയെ പന്തു ചോദിക്കവേ മൊന്തയെടുത്തെൻ്റെ നെഞ്ചത്തെറിഞ്ഞ പിശാചി അമ്മായിയെ പുത്തൻ കയറാൽ കമുകിലെന്ന പണ്ട് കെട്ടി വരിഞ്ഞ കിരാതനമ്മാമനെ മുട്ടൻ വടി കൊണ്ടടിച്ച് പുറം പൊളിച്ചട്ടഹസിച്ച കോപിഷ്ടനാം അച്ഛനെ ഒന്നിച്ചു മുങ്ങിക്കുളിക്കുമ്പോഴൻ തല പൊങ്ങാതെ മുക്കിപ്പിടിച്ച ചങ്ങാതിയെ ബെഞ്ചിനുമീതെ കയറ്റി നിറുത്തിയൻ പിഞ്ചു ഹൃദയം ചതച്ച ഗുരുവിനെ ആദ്യാനുരാഗ പരവശനായി ഞാൻ ആത്മരക്തം കൊണ്ടെഴുതിയ വാക്കുകൾ ചുറ്റുമിരിക്കും സഖികളെ കാണിച്ച് പൊട്ടിച്ചിരിച്ച് രസിച്ച പെൺകുട്ടിയെ ആദ്യാനുരാഗ പരവശനായി ഞാൻ ആത്മരക്തം കൊണ്ടെഴുതിയ വാക്കുകൾ ചുറ്റുമിരിക്കും സഖികളെ കാണിച്ച് പൊട്ടിച്ചിരിച്ച് രസിച്ച പെൺകുട്ടിയെ ഉള്ളിൽ കലിയും കവിതയും ബാധിച്ച് കൊല്ലപ്പരീക്ഷയ്ക്ക് തോറ്റു നടക്കവേ ബാധയൊഴിക്കാൻ തിളച്ച നെയ്യാൽ എൻ്റെ നാവ് പൊള്ളിച്ചൊരാ ദുർമന്ത്രവാദിയെ പൊട്ടിയെ കൈകൊട്ടിയാട്ടുന്ന പോൽ എന്നെ നാട്ടിൽ നിന്നാട്ടിക്കളഞ്ഞ ബന്ധുക്കളെ. ഇങ്ങനെ കുറെ അനുഭവങ്ങൾ കിടക്കുകയാണ്, പൊള്ളുന്ന അനുഭവങ്ങൾ. ഒന്നും മറക്കാതിരിക്കുവാനല്ലേ ഞാൻ വന്നു പോകുന്നതിങ്ങ് ഓണദിനങ്ങളിൽ. ഒന്നും മറക്കാതിരിക്കുവാനല്ലേ ഞാൻ വന്നു പോകുന്നതിങ്ങ് ഓണദിനങ്ങളിൽ. ഞാൻ ഈ പരിമിതമായ സമയത്തിൽ ഇങ്ങനെ ചിലത് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ അനുഭവങ്ങളില്ലേ? ഉണ്ടോ? ഈ അനുഭവങ്ങളെ വളരെ ശക്തമായിട്ട് അംബികച്ചി ഇവിടെ ഇരിപ്പുണ്ട്. രാവുണ്ണി മാഷിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് എന്താണെന്നറിയോ? അംബികയുടെ വർത്തമാനങ്ങളെന്നാണ്. ഇത്രയുമാണ് അംബികയുടെ വർത്തമാനങ്ങൾ, അല്ലേ? അപ്പൊ അംബികയുടെ വർത്തമാനങ്ങൾ എന്ന ഒരു പുസ്തകം രാവുണ്ണി മാഷ് എഴുതുമ്പോൾ രാവുണ്ണി മാഷിൻ്റെ മനസ്സിൽ ഈ അംബികച്ചിയുടെ
വർത്തമാനങ്ങൾ ഒത്തിരി നിറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ആ പല കവിത എന്താ ആദ്യ പുസ്തകം, അതെ ആദ്യ പുസ്തകമാണ്. അപ്പൊ ആദ്യ പുസ്തകം അങ്ങനെ വരുന്നത്. ഞാനിതൊരു കറുത്തവൻ എന്ന പുസ്തകമാണ്. ഇതായിരിക്കുന്ന ഏങ്ങണ്ടിയൂരിന്റെ കവിതാ സമാഹാരം കറുത്തവൻ എന്നാണ്. വായിച്ചു നോക്കുക. ജീവിതത്തിന്റെ എത്രയോ അനുഭവങ്ങൾ ആ പുസ്തകത്തിനകത്തുണ്ട്. അതൊന്നും ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഓരോ എഴുത്തുകാരും അങ്ങനെ ചിലതൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് തന്നെ വായനയിൽ എത്രയോ കാര്യങ്ങൾ ബോധ്യപ്പെടും. പറയൂ, നാട്ടിൻ പുറത്തുള്ള മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള പോലാണോ എന്ന് മകൾ ചോദിച്ചു. പി രാമചന്ദ്രന്റെ കവിതയാണ് മാമ്പഴക്കാലം. അല്ലെ, ഞങ്ങളൊക്കെ പഠിച്ചത് അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. കേകാവൃത്തമൊക്കെ എന്നെ ക്ലാസ്സിൽ പണ്ട് പഠിപ്പിച്ച്, ഞാൻ പാലക്കാടായിരുന്നു എൻ്റെ സ്കൂൾ പഠനം. അപ്പോൾ ഒരു ബൽറാം നമ്പൂതിരി മാഷ്, പി രാമ മാഷിൻ്റെ അടുത്ത ബന്ധുവാണ് എൻ്റെ മലയാളം മാഷ് മണ്ണാർക്കാട്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ നമ്മൾ കേട്ട മാമ്പഴക്കാലമല്ല. പറയൂ, നാട്ടിൻ പുറത്തുള്ള മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള പോലാണോ? പുതിയ കാലത്തെ കുട്ടി ചോദിക്കുന്നത് നാട്ടിൻ പുറത്തെ മാങ്ങകൾക്കെല്ലാം രുചി ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള പോലാണോ എന്നാണ്. കുഞ്ഞുമകൾ ചോദിച്ചു മഞ്ഞദ്രാവകം കുഴൽ വഴി നുണയും നേരം ചിത്രശലഭം പോലൻ ചാരേ. അച്ഛനും മകളും തമ്മിലുള്ള സംഭാഷണത്തിൽ അച്ഛൻ്റെ മാമ്പഴക്കാലം, അണ്ണാരക്കണ്ണ പൂവാല എനിക്കൊരു പൂള് മാങ്ങ കടന്തായോ അണ്ണാരക്കണ്ണാവ എന്നൊക്കെയുള്ള മാമ്പഴക്കാലമായിരുന്നു. പക്ഷെ കുട്ടിയുടെ മാമ്പഴക്കാലം എന്താണ്? ഇങ്ങനെ വലിച്ച് ഈമ്പി കുടിച്ചിട്ടെറിയുന്ന ഫ്രൂട്ടിക്കാലമാണ്. അപ്പൊ അച്ഛനോട് മകൾ ചോദിക്കുന്നു, അച്ഛൻ ഈ മാമ്പഴക്കാലത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആ മാമ്പഴക്കാലം ഈ മഞ്ഞദ്രാവകം കുഴൽ വഴി നുണയും ആ നുണഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കുട്ടിയോട്. അതാണ് നിങ്ങളുടെ വായനയുടെ ലോകത്തിൽ നിങ്ങൾക്ക് പല മലയാളത്തിന്റെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും എഴുത്തിൽ കിടക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ മാത്രം അറിയിച്ചാൽ മതിയോ? അങ്ങനെ വരുമ്പോൾ ഭാഷയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോകും. എഴുത്തിന്റെ വിശാലമായ ലോകം നിങ്ങൾ അറിയും. അവിടെ എത്തുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, പറയാനാമോ രുചിഭേദങ്ങൾ ഈ അച്ഛനും മകളെ നീയും തമ്മിൽ, എത്ര മാമ്പഴക്കാലം അകലം ശരീരത്തിൽ മനസ്സിൽ രുചിയിലും അറിയും തോറും നിനക്കെന്നെയും പൊളിച്ചിടാം. അവിടെയാണ് ജീവിതം വരുന്നത്. നീ ഇപ്പോൾ പുതിയ കാലത്തിന്റെ രുചികൾ അറിയുന്നുണ്ട്, പുതിയ കാലത്തിന്റെ പലതും അറിയുന്നുണ്ട്. പലതും അറിഞ്ഞറിഞ്ഞു പോകുന്ന നീ അച്ഛനാകുന്ന രുചിയും അമ്മയാകുന്ന രുചിയും ഒക്കെ ചിലപ്പോൾ വലുതായിട്ട് ടേസ്റ്റിയായി തോന്നണമെന്നില്ല. അപ്പോൾ എന്താവും? യൂസ് ആൻഡ് ത്രോ. പുതിയ കാലം അങ്ങനെയാണ് അല്ലെ? നമ്മുടെയൊക്കെ മാതാപിതാക്കളെ നന്നായിട്ട് ഉപയോഗിക്കും, പിന്നീട് എന്ത് ചെയ്യും? അവരെവിടെയെങ്കിലും കൊണ്ടങ്ങ് എറിയും അല്ലേ? അപ്പൊ നോക്കുക, വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല. വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല. ഇപ്പൊ പി രാമചന്ദ്രന്റെ മാമ്പഴക്കാലം എന്ന കവിതയിൽ രണ്ട് കാലത്തെ നമ്മൾ അറിയുന്നു. ഒപ്പം പുതിയ കാലം, ഈ പുതിയ സംസ്കാരത്തിന്റെ വഴികളിൽ ചിലപ്പോഴെങ്കിലും ചില ജീവിത കൂടുകളെ അറിയാതെ പോകുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുണ്ട്. ഇതൊക്കെ കവിതയിൽ നമ്മൾ അറിയുന്നതാണ്. എന്നാൽ കവിതയുടെ താളപരീക്ഷണങ്ങൾ, വൃത്തപരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമൊന്നിക ചൊല്ലുന്നത്. അപ്പോൾ പദ്യത്തിലും എഴുതി പോകുന്ന പോലെ ഗദ്യത്തിനകത്തും ഒരു താളമില്ലേ? കാബേജിന്റെ മുഖവും ചോളത്തിന്റെ നിറവുമുള്ള ദമയന്തി വരണമാല്യവുമായി പോളിംഗ് ബൂത്തിലേക്ക് ചെന്നു. കേട്ടിട്ടുണ്ടോ? നാളെ ഇവിടെ വരുന്നുണ്ട് കുരിപ്പുഴ ശ്രീകുമാർ അല്ലേ? ഓർക്കുക, അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം എന്ന് അമ്മ മലയാളം എഴുതിയ കവി, ചാർവാകൻ എഴുതിയ കവി, ജസ്സി നിനക്കെന്തു തോന്നി എന്ന് ജസ്സി എഴുതിയ കവി. ആ കവിയാണ് നാളെ വരുന്നുണ്ട്, കുരിപ്പുഴ വരുന്നുണ്ട്. ആ കുരിപ്പുഴയുടെ ആ കവിതകളൊക്കെ നമ്മൾ ഒന്ന് കേട്ടു പോകുമ്പോൾ നഗ്ന കവിതകൾ ഒത്തിരിയുണ്ട്. നഗ്ന കവിതകൾ
കുറേയധികം എഴുതിയിട്ടുണ്ട് കുരിപ്പുഴ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പേര് ബുള്ളറ്റിൻ എന്നാണ്. ബുള്ളറ്റിൻ എന്താണ് ബുള്ളറ്റിൻ? ബുള്ളറ്റിൻ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാർത്തയല്ലേ? വാർത്ത. ബുള്ളറ്റിൻ വാർത്തയാണ്. വാർത്ത എന്ന പേരിൽ കവിത എഴുതിയ കുരിപ്പുഴ ചെയ്തത് എന്താണെന്നറിയോ? നമ്മൾക്കൊക്കെ ഈ പഴയ കാലത്തെ ആളുകൾക്ക് പഴയ വൃത്തങ്ങൾ അറിയാം, പക്ഷെ കുരിപ്പുഴയ്ക്ക് അറിയാം എൻ്റെ കവിത വാർത്തയെന്നാണ്. അപ്പോൾ വാർത്തയ്ക്കൊരു വൃത്തമുണ്ട്, ആകാശവാണി, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ കുരിപ്പുഴ എഴുതിയത് ഇങ്ങനെയാണ്: കാബേജിൻ്റെ മുഖവും ചോളത്തിൻ്റെ നിറവുമുള്ള ദമയന്തി വർണ്ണമാല്യവുമായി പോളിംഗ് ബൂത്തിലേക്ക് ചെന്നു. 5 നളന്മാർ. ദമയന്തി എല്ലാ ദൈവങ്ങളോടും ചോദിച്ചു, യഥാർത്ഥ നളൻ ആരാണ്? മുദ്രകളില്ലാത്ത 5 പേരും വ്യാജന്മാരായിരുന്നു. ബാബറുടെ വോട്ട് ശ്രീരാമൻ ചെയ്തു. ശ്രീരാമന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലായിരുന്നു. കൗസല്യയുടെ വോട്ട് മിഥിലയിലും സീതയുടെ വോട്ട് ലങ്കയിലുമായിരുന്നു. കരയുന്ന ഇണക്കിളിക്ക് പകരം വേടന്റെ ചിത്രമായിരുന്നു ബാലറ്റ് പേപ്പറിൽ. അതിനാൽ വാൽമീകി വോട്ട് ചെയ്തില്ല. നോക്കുക, എത്ര ആശയങ്ങൾ നോക്കൂ. കരയുന്ന ഇണക്കിളിക്ക് പകരം വേടന്റെ ചിത്രമായിരുന്നു ബാലറ്റ് പേപ്പറിൽ. അതിനാൽ വാൽമീകി വോട്ട് ചെയ്തില്ല. വോട്ടുപെട്ടിയിലേക്ക് മനസമ്മതം മടക്കിയിട്ടപ്പോൾ നർമ്മദാ തീരത്തെ ഗിരിവർഗക്കാരിയുടെ മോതിര വിരലിൽ കരിന്തേൾ കുത്തി. വോട്ടുപെട്ടിയിൽ നിന്ന് പൊട്ടിച്ചിരി കേട്ടതായി ക്യൂവിൽ നിന്നവർ പറയുന്നു. ഒരു കവിതയെ നമുക്ക് ഏതെല്ലാം തലങ്ങളിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഭാഷ, വൃത്തം, അതുമാത്രമല്ല പ്രയോഗങ്ങൾ, അവിടുത്തെ വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ കവിതയിലുണ്ട്. ബുദ്ധനും ആട്ടിൻകുട്ടിയും എന്നൊരു കവിത അയ്യപ്പൻ എഴുതിയിട്ടുണ്ട്. ബുദ്ധനും ആട്ടിൻകുട്ടിയും. പണ്ട് ബിംബിസാരന്റെ യാഗശാലയിലേക്ക് പോയ ആട്ടിൻകൂട്ടത്തെ രക്ഷിച്ചവന്റെ പേര് ബുദ്ധനെന്നാണ്. പക്ഷെ ഇന്ന് ആട്ടിൻകൂട്ടത്തെ കല്ലെറിഞ്ഞ് താഴേക്ക് തള്ളിയിട്ടവന്റെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. സിദ്ധാർത്ഥൻ എന്ന പേര് ആടിനെ കൊല്ലുന്നവനായി മാറുന്നു. പ്രത്യയശാസ്ത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെ, ജീവിത പരിസരങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളൊക്കെ ഇങ്ങനെ ചില പ്രയോഗങ്ങൾ കൊണ്ട് നമുക്ക് സൂക്ഷ്മതയോടെ കാണിച്ചു തരാൻ എഴുത്തുകാർക്ക് കഴിയും. അയ്യപ്പന്റെ ബുദ്ധനും ആട്ടിൻകുട്ടിയും എന്ന കവിത നമ്മൾ വായിക്കുമ്പോൾ, ബുദ്ധ, ഞാൻ ആട്ടിൻകുട്ടി, കല്ലേറ് കൊണ്ടിട്ട് എൻ്റെ കണ്ണുപോയി, നിന്നാൽത്തറ കാണുവാനൊട്ടും വയ്യ. കൃപാധാമമേ ബുദ്ധ, കാണുവാനൊട്ടും വയ്യ, പ്രഭാതീരവും എന്നെ പുണർന്ന പുൽപ്പാതയും. ഇടയൻ നഷ്ടപ്പെട്ട കുഞ്ഞാടാണല്ലോ, ഇനി തുണ നീ മാത്രം ബുദ്ധ, കനിവിനുറവ നീ എന്ന് എഴുതിപ്പോയിട്ട് എൻ്റെ ഈ ചോരക്കണ്ണ്, ഞാനിതാ ഒരു കല്ലേറ് കൊണ്ടിട്ട് ഇയാൾ പറയുകയാണ്, എൻ്റെ ചോരക്കണ്ണടയുമ്പോൾ പുൽക്കൊടി താഴ്വരകൾ കാതിൽ പറഞ്ഞു, എന്നെ കല്ലെറിഞ്ഞവൻ ഒരു സിദ്ധാർത്ഥൻ എന്ന കുട്ടി. എൻ്റെ ചോരക്കണ്ണ് ഇതാ അടയുന്നു. ഞാൻ പോകുമ്പോൾ ഈ പുൽക്കൊടി താഴ്വരകൾ എന്നോട് പറഞ്ഞു, നിന്നെ ഇപ്പൊ കല്ലെറിഞ്ഞ് താഴെ തള്ളിയിട്ടില്ലേ, അവൻ്റെ പേര് സിദ്ധാർത്ഥൻ എന്നാണ്. അപ്പോൾ നോക്കുക, ഇങ്ങനെ വരുന്ന വിപര്യത്തെ കവിതകളിലൂടെ സൂക്ഷ്മമായി ആവിഷ്കരിക്കാൻ പലരും അല്ലേ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ എഴുത്തുകളൊക്കെ പുതിയ കാലം അറിഞ്ഞു പോകേണ്ടതുണ്ട്. പഴയ കാലത്തിൽ നിന്ന് ഇങ്ങനെ പലതും വായിച്ച് പുതിയ ഇടത്തിലേക്ക് എത്തുമ്പോൾ പലരും ഒറ്റ കാഴ്ചകളെ കവിതയാക്കിയിട്ടുണ്ട്. ചിലർ പറഞ്ഞു കൊടുത്തതിനെ കവിതയാക്കിയിട്ടുണ്ട്. യുഗോസ്ലാവിയയിൽ ഒരു കവി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ ONV സാറ് അവിടെ കവിതയും ചൊല്ലിയിട്ട് പുറപ്പെടാൻ നേരത്ത് അദ്ദേഹം അവിടുത്തെ കാഴ്ചകളിൽ ഒന്ന് കണ്ടു, ഒരു കൽപ്രതിമ ഒരു കൈ നീട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഒരു മാറു മറച്ചിട്ടില്ല. പ്രതിഭ, വിൽപ്പത്തി, അഭ്യാസം. കാവ്യഹേതുക്കൾ എന്ന് പറയുന്നതിൽ ഇൻബോൺ ടാലൻ്റായി പ്രതിഭയുണ്ട്. പക്ഷെ പ്രതിഭ മാത്രം പോരല്ലോ, അല്ലേ? നമ്മളൊരു കാര്യം എഴുതുമ്പോൾ ചിലത് സൂക്ഷ്മമായി പഠിക്കേണ്ടി വരും, ചിലത് നമ്മൾ അറിയേണ്ടി വരും. അങ്ങനെ അറിയുമ്പോൾ വിൽപ്പത്തി, അത് കഴിഞ്ഞാലോ ആ പാണ്ഡിത്യത്തിനൊപ്പം നമ്മുടെ നിരന്തരമായ അഭ്യാസവും ആവശ്യമാണ്. നിരന്തരമായ അഭ്യാസവും വേണം. അപ്പോൾ ആ പ്രതിഭാധനനായ കവി ഇവിടെ വന്നിട്ട് ചിന്തിച്ചു, എന്താ ആ കൽപ്രതിമ അങ്ങനെയായത്? ആ ഒരു കൈയും ആ മാറും കൂടെ അങ്ങ് അതിനോടൊപ്പം ചേർത്ത് അങ്ങ് വേണമെങ്കിൽ ചെയ്തുകൂടെ? പക്ഷെ അപ്പോഴാണ് ONV ആ കവിതയ്ക്ക് കല്ലിന് ജീവൻ കൊടുത്തു. 9 പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. എന്നിട്ട് ONV എന്ത് പറഞ്ഞു? ആ കവിത നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ONVയുടെ കവിതകളിലെ ആ അമ്മ എന്ന കവിത വായിക്കുക. അപ്പോൾ അതിലറിയാം ആ അമ്മ ആ കവിത എഴുതുമ്പോൾ ONV ഈ കേരളീയ പരിസരത്തെ എല്ലാം ആ കവിതയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് അവസാനം പറയുന്നുണ്ട്, കെട്ടിമറയ്ക്കല്ലൻ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കല്ലേ എൻ്റെ കൈയും, എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്ത
അടുത്തേക്കു കൊണ്ടുപോരൂ, ഈ കയ്യ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ എന്നെഴുതുമ്പോൾ ആ കല്ല് അതിലൊരു കഥയുണ്ടാകുന്നു. ആ ആഖ്യാന കവിതയിലൂടെ ആ കല്ലിലെ അമ്മയെ നമ്മൾ അറിയുന്നു. അമ്മ ഈ മതിലിനോടൊപ്പം ചേർത്ത് എന്നെയും നിങ്ങൾ കെട്ടിയാലേ ഉറയ്ക്കൂ എന്നല്ലേ ഈ പുതിയ കാലത്തും ഈ അന്ധമായ വിശ്വാസം മനുഷ്യരെ കീഴ്പ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവിടെ ആ ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിൽ അന്ന് ഉച്ചനേരത്ത് കഞ്ഞിയും കൊണ്ടുവന്നത് ആരുടെ ഭാര്യയായാലും അവളെ ഇതിനോടൊപ്പം ചേർത്ത് കെട്ടാമെന്ന് അവർ തീരുമാനിച്ചു. ദോൽവിസാറിന്റെ ഭാവനയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഉച്ചനേരത്ത് മുണ്ടകപ്പാട് വരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ ഒരുപാട് ഇങ്ങനെ വരുന്നു. അവളിവിടെ എത്തിയപ്പോൾ മൂത്തയാളുടെ ഹൃദയം നടുങ്ങി. മൂത്തയാൾ വേട്ട പെണ്ണാണ് അവൾ അല്ലേ? അന്ന് അവളോട് കാര്യം പറയുമ്പോൾ അവൾ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ കുഞ്ഞുവേ, നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എൻ്റെ കുഞ്ഞു കിടന്ന് നിലവിളിക്കും, അവന് മുലപ്പാൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ഒരു നെഞ്ചം കെട്ടിമറിക്കല്ലേ, ഒരു കൈയും കെട്ടിമറിക്കല്ലേ, എൻ്റെ പൊന്നോമനെ കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ. അപ്പോൾ പ്രതിഭാധനനായ കവി ഭാവന ലോകത്തൂടെ ഒന്ന് വ്യാപരിക്കുന്നു. അപ്പോൾ അയാൾ അറിഞ്ഞതും മറ്റു പലതുമൊക്കെ വാക്കിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ പാകത്തിനുള്ള അനുഭവങ്ങളുടെ വലിയ ലോകമുണ്ട്. ഇതൊരു ചെറിയ ലോകമല്ല അല്ലേ? പല എഴുത്തുകാരും അങ്ങനെ കുറുക്കി വാക്കുകളെ എടുത്ത് ആവിഷ്കരിക്കുന്നുണ്ട് പുതിയ കാലത്തും. അങ്ങനെയൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇപ്പോൾ ശ്രീജിത്ത് അരിയല്ലൂരിൻ്റെ ഒരു കവിതയുണ്ട്. നാടുവിടാൻ നേരത്ത് ബസ്സിൽ എഴുതിയിരുന്നത് വായിച്ചു. കാടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അതേ ബസ്സിൽ എഴുതിയിരിക്കുന്നു മാതാ അമൃതാനന്ദമയി ദേവി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണാവോ ഇറങ്ങിപ്പോയത് അല്ലേ? ഇതൊക്കെ പുതിയ കാലത്തെ ശ്രീജിത്ത് അരിയല്ലൂർ സീറോ ബൾബൊക്കെ കുറേ കവിതാ സമാഹാരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇങ്ങനെ ഒക്കെ ചിലത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചിലതിനെ നമുക്ക് ഇങ്ങനെയും ആവിഷ്കരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കവിത എഴുതാൻ നിങ്ങൾ പൂർവ്വസൂരികൾ എഴുതിയിട്ടിരിക്കുന്നിടം ഒക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അതെല്ലാം എടുക്കാൻ നിങ്ങൾ വായനയിലൂടെ ശ്രമിച്ചിട്ട് നിങ്ങളെയും ചേർത്ത് തിരിച്ചു കൊടുക്കണം. ചിലപ്പോൾ അമ്മ പറഞ്ഞൊരു കഥ നിങ്ങളുടെ ഉള്ളിൽ കിടക്കും. അത് പിന്നീട് മറ്റൊരു തലത്തിൽ നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ പറ്റും. എൻ്റെ നാട്ടുകാരനായ ഒരു കവിക്ക് മൊത്തം കൂടപ്പുറപ്പുകൾ 12. അമ്മ പെറ്റത് 12 പേരെയാണ്. ഒരു ദിവസം അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുത്തു, മക്കളെ, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പേര് നാരായണൻ എന്നാണ്. നാരായണ, നിന്നെപ്പോലെ ഒരുത്തൻ പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥയ്ക്കകത്തുണ്ട്. അവൻ്റെ പേര് നാറാണത്ത് ഭ്രാന്തൻ എന്നാണ്. മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ ഉളിയന്നൂർ തച്ചനും, പിന്നെ വള്ളോൻ, വായില്ലാ കുന്നിലപ്പൻ, വടുതല മരുവും നായർ, കാരയ്ക്കൽ മാത, ചെമ്മേകേളുപ്പ് കുറ്റൻ, പെരിയ തിരുവരങ്കത്തഴും ബാണനാരും, നേരെ നാറാണത്ത് ഭ്രാന്തനും, അകവൂർ ചാത്തനും പാക്കനാരും. ഈ 12 മക്കളുടെയും കഥ കുട്ടിക്കാലത്ത് കേട്ട കുട്ടി വളർന്നു പോയപ്പോൾ കുട്ടിയും ഈ അമ്മയും ആ 12 മക്കളെയല്ലേ പെറ്റത്. അവിടെയും 12 മക്കളെ പെറ്റ അമ്മ. പക്ഷേ ഈ അമ്മയുടെ മക്കൾ തൊഴിൽ കൊണ്ടൊക്കെ പലതരത്തിൽ, ഒരാൾ പ്രൊഫസർ, വേറൊരാൾ കൃഷിപ്പണി, വേറൊരാൾ വേറൊരു തൊഴിൽ. അപ്പോൾ ഇവരെല്ലാം ഒന്നല്ലേ? ആ ബോധ്യത്തിൽ നിന്നാണ് ആ കുട്ടിക്കാലത്തെ ഇത്തിരി കിട്ടിയ ഒരു ത്രെഡിനെ ഉള്ളിലിട്ട് ജ്വലിപ്പിച്ച് 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. അങ്ങനെ പോകുമ്പോൾ പിന്നെ പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം. ഇങ്ങനെ പലതരത്തിൽ പലതും ചേർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പല കവിതകളും നമുക്ക് മുന്നിൽ വലിയ ഓർമ്മപ്പെടുത്തലുകൾ തരുന്നുണ്ട്. അതൊരു കവിയുടേതെന്നല്ല. ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയതിനിടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇനി വായിക്കുമ്പോൾ അതിലെ അനുഭവങ്ങളെയൊക്കെ ഒന്നറിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾ വളരെ ശക്തമായി കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഥയാവട്ടെ, കവിതയാകട്ടെ, ഏതുമാകട്ടെ, അത് മറ്റുള്ളവരെ പൊള്ളിപ്പിക്കാൻ പാകത്തിന് വാക്കുകളെ കുറുക്കിയെടുക്കുക. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പോലെ വാക്കുകളെ നിങ്ങൾ മാറ്റി കുറുക്കി കൊടുക്കുമ്പോൾ അത് എല്ലാവർക്കും കൊള്ളും. അങ്ങനെ കൊള്ളിക്കാൻ നിങ്ങളുടെ ഈ ശില്പശാല എല്ലാ തരത്തിലും തുണയാകട്ടെ. ശില്പശാലയിൽ നിന്ന്
എടുത്തിട്ട് നിങ്ങൾ പരുവപ്പെടുത്തേണ്ടതാണ്. അതിനുള്ള ഒരു ശ്രമം തുടർച്ചയായി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്കും നിങ്ങളെ കാണാനും കേൾക്കാനും അവസരം കിട്ടിയതിൻ്റെ നന്ദി സംഘാടകർക്ക് അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.